യെസ്, അപ്പോൾ ന്യൂസ് മോർണിംഗ് ആദ്യം കള്ളാടിയിലേക്ക് തന്നെ പോകാം. ഇന്നിപ്പോൾ ദുരന്തമുണ്ടായി തിരച്ചിൽ അതിന്റെ 4ാം ദിവസത്തിലേക്കാണ്. ഇനി 2 പേരെ കൂടെ കണ്ടെത്താനുണ്ട്. അതിനായുള്ള തിരച്ചിലാണ്. കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്ന് തുടരുകയാണ്. ഇനി 2 പേരെ കണ്ടെത്താൻ ഉണ്ട്. ഇന്നലത്തെ തിരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിരുന്നു. ഇതുവരെ 6 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇന്നും 4 സോണുകളിലായി തിരിഞ്ഞാണ് തിരച്ചിൽ തുടരുക. ഇന്നലെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഭാഗങ്ങളിൽ കൂടുതൽ പരിശോധന നടത്തും. പുഴകളിലും പ്രത്യേക സംഘത്തിന്റെ പരിശോധന നടക്കുന്നുണ്ട്. യെസ്, കള്ളാടിയിലേക്ക് പോകാം. ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. അപ്പോൾ ഫൈസൽ, ഇന്നിപ്പോൾ 4ാം ദിനത്തിലാണ് തിരച്ചിലുള്ളത്. അപ്പോൾ ഇന്നലെ തിരച്ചിൽ ഒരുപക്ഷെ കഴിഞ്ഞ മുൻ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പോലെയല്ല. ഇന്നലെ വളരെ പെട്ടെന്ന് മൃതദേഹങ്ങളൊക്കെ കണ്ടെത്താൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ 2 പേരെ കൂടെ വേഗം കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ. അപ്പോൾ ഇന്നലെ ഉണ്ടായ ഒരു സ്ഥലത്ത് ഇന്നലെ മറ്റ് മൃതദേഹങ്ങൾ കണ്ടെത്തിയ ഒരു സ്ഥലം കേന്ദ്രീകരിച്ചായിരിക്കുമോ ഇന്ന് കൂടുതൽ പരിശോധന നടക്കുക? അപ്പോൾ പുഴയിലുള്ള പരിശോധനയ്ക്ക് ഇന്ന് എങ്ങനെയായിരിക്കും പുരോഗമിക്കുക? ജിൽസി, തീർച്ചയായും ഇന്നലെ നടന്നതുപോലെ സോണുകൾ തിരിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ഇന്നും ഇവിടെ പരിശോധന പുരോഗമിക്കുക എന്നുള്ളതാണ്. 3 സോണുകളിലാണ് ഏറ്റവും അധികം പരിശോധന നടത്തുക. കാരണം ഇന്നലെ ആ ഭാഗത്ത് നിന്നാണ് മറ്റ് 3 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. അതിനുശേഷമായിരിക്കും ബാക്കിയുള്ള ഇടങ്ങളിലേക്കൊക്കെ എന്തായാലും പരിശോധന ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ പുഴയിൽ കഴിഞ്ഞ ദിവസം ഈ അപകടമുണ്ടായ സമയത്ത് പുഴയിൽ വലിയ നീരൊഴുക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പുഴയിലൂടെ ഒഴുകിപ്പോകാനുള്ള ഒരു സാധ്യതയും രക്ഷാപ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പുഴയിലിറങ്ങി ഒരു പ്രത്യേക സംഘം പുഴയിലിറങ്ങിയും പരിശോധന തുടരുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. നേരത്തെയൊക്കെ ഈ മേപ്പാടി ഭാഗത്തേക്ക് മാത്രമായിരുന്നു ഇവിടെ നിന്ന് മണ്ണ് നീക്കം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ചൂരൽമല ഭാഗത്തേക്ക് കൂടി മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കും. അതിനായി കൂടുതൽ JCBയും അതുപോലെ ടിപ്പറുകളും ഇങ്ങോട്ടേക്ക് എത്തിക്കുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഇപ്പോൾ അടിഞ്ഞുകൂടിയ മണ്ണ് വളരെ വേഗത്തിൽ തന്നെ നീക്കം ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മേഖലയിലൊക്കെ ഇവിടെ നിന്ന് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ എത്രയും വേഗം ഒഴിവാക്കി നിരവധിയായിട്ടുള്ള കുടുംബങ്ങൾ ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ അപകട സാധ്യത എത്രയും വേഗം ഒഴിവാക്കി അവിടെ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളെ വീടുകളിലേക്ക് മാറ്റാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ കൂടി പങ്കുവെക്കുന്നുണ്ട്. നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ കെടാവർ നായകളും അതുപോലെ തന്നെ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടക്കും. JCBയും ഹിറ്റാച്ചും ഉപയോഗിച്ചുകൊണ്ട് ഈ 4 സോണുകളിലും പ്രത്യേകം തിരിഞ്ഞുകൊണ്ട് മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് അതിനടിയിൽ ആളുണ്ടോ എന്നുള്ള പരിശോധനയും നടത്തും. ഇന്നലെ അങ്ങനെ പരിശോധന നടത്തുന്നതിനിടയിലാണ് 3 മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ഇനിയുള്ളത് 2 പേരെയാണ്. വിക്രം റാണ, രാകേഷ് കൊച്ചൌത്ത് എന്ന് പറയുന്ന 2 ആളുകളെയാണ് ഇനി ഇവിടെ നിന്നും കണ്ടെത്താനുള്ളത്. അവരെ എത്രയും വേഗം കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് രക്ഷാപ്രവർത്തകരും പങ്കുവെക്കുന്നത്. ഇനി 48 കുടുംബങ്ങളിലായി 112 ആളുകളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 4 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും മറ്റൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഈ രക്ഷാപ്രവർത്തനം അതിവേഗം തന്നെയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജിൽസി, ഫൈസൽ, നേരത്തെ തന്നെ ഈ പ്രദേശത്ത് അത്യാവശ്യം ഗതാഗത നിയന്ത്രണവും അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനുള്ള തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഇങ്ങനെ ഒരു തിരച്ചിലൊക്കെ തുടരുന്ന ഒരു സാഹചര്യത്തിൽ അതേപോലത്തെയുള്ള നിയന്ത്രണങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മഴ മാറി നിൽക്കുന്നുണ്ടോ? ജിൽസി, ഇന്നലെ പെയ്ത അത്ര ശക്തമായ മഴ ഇല്ല. എന്നാലും ഇടവിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് രക്ഷാപ്രവർത്തനത്തിന് ഒരു തരത്തിലും വെല്ലുവിളി ആകില്ല. ഇന്നത്തെ ഒരു കാലാവസ്ഥ നമുക്ക് അനുകൂലമാണ് എന്നുള്ളത് തന്നെയാണ് പറയാൻ സാധിക്കുക. മറ്റൊന്ന് ജിൽസി സൂചിപ്പിച്ച ആ കാര്യമാണ് ഗതാഗത നിയന്ത്രണത്തെക്കുറിച്ച്. ഈ രക്ഷാപ്രവർത്തനം ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള യാത്രാ നിയന്ത്രണം ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു. ഇന്നും നിയന്ത്രണമുണ്ട്. അനാവശ്യ വാഹനങ്ങളൊന്നും തന്നെ ഇന്നും കടത്തിവിടില്ല. പക്ഷേ അത്യാവശ്യമായിട്ടുള്ള പാല്, പത്രം, അങ്ങനെ അടിയന്തര വാഹനങ്ങൾ, ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് കടന്നു പോകാം. അതുപോലെ തേയില കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാം. കാർഷിക ആവശ്യങ്ങൾക്കായി പോകുന്ന വാഹനങ്ങൾക്കൊക്കെ തന്നെ കടന്നു പോകാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. ഈ പ്രദേശവാസികളല്ലാത്ത ആർക്കും തന്നെ ഇങ്ങോട്ടേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. കർശനമായിക്കൊണ്ട് അത്തരത്തിൽ ID കാർഡ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരെയും കടത്തിവിടുന്നത് എന്നുള്ളതാണ്. മറ്റ് വാഹനങ്ങളൊന്നും, സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ ഒന്നും തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കടത്തി വിടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. അങ്ങനെ ആരും തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്ന് കൃത്യമായി തന്നെ
തന്നെ ഉദ്യോഗസ്ഥർ പറയുന്നുമുണ്ട്. പല ആളുകളും പലതരത്തിൽ ഇങ്ങോട്ടേക്ക് വന്ന് രക്ഷാപ്രവർത്തനത്തിന് സാരമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കൂടുതൽ വാഹനങ്ങൾ ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ടിപ്പറുകളും JCBയും ഒക്കെ പോകുമ്പോൾ പലതരത്തിലും അത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അനാവശ്യമായിട്ടുള്ള വാഹനങ്ങളൊന്നും തന്നെ ഇങ്ങോട്ടേക്ക് കടത്തി വിടേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത്. പക്ഷേ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ചൂരൽമല, അതായത് ഈ ഭാഗം, ഈ കള്ളാടി കഴിഞ്ഞിട്ടുള്ള ചൂരൽമല, പുത്തുമല, ഏലവയൽ, കള്ളാടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ വലിയ പ്രയാസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നുണ്ട്. അവരുടെ ഏക ഒരു യാത്രാമാർഗം, അവർക്ക് പുറലോകവുമായി എത്തിപ്പെടാൻ കഴിയുന്ന ഏക റോഡ് ഇതാണ്, മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരന്തം അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ദുരന്തം ഏറ്റിട്ടില്ലെങ്കിലും ഈ ദുരന്തത്തിൻ്റെ ആഘാതം അവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അവർക്ക് കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, മറ്റ് അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, വാഹന ഗതാഗത നിയന്ത്രണം ഒരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ അവർക്ക് പോകാനുള്ള വാഹനങ്ങളില്ല. അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധിയും ആ ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശം, അവിടെ ഒരു അത്യാവശ്യമായി ഒരു രോഗിയെ കൊണ്ട് ചികിത്സിക്കാനുള്ള സംവിധാനം പോലും ഇല്ലാത്ത ഒരു പ്രദേശമാണ് ചൂരൽമല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ആ ഭാഗത്ത് നേരിടുന്നുണ്ട് ജിൽസി.